Good morning all. ഇന്ന് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 4-ൽ നമുക്ക് പഠിക്കാനുള്ളത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. Function is a self-contained block of statements which performs a specific task. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫങ്ഷൻ. C function contains set of instructions enclosed by opening closing brackets which perform specific task in a C program. ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് എഴുതുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫങ്ഷൻ. അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫങ്ഷൻസ്: ഇറ്റ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ എൻറ്റയർ പ്രോഗ്രാം. എൻറ്റയർ പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. Easy code reusability. You just have to call the function by its name to use it. ഫങ്ഷൻ യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ നെയിം യൂസ് ചെയ്ത് കോൾ ചെയ്യാം. അത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഫങ്ഷൻ കോൾ ചെയ്യാം. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ച്വൽ ലോജിക് ഓഫ് എ പ്രോഗ്രാം. പ്രോഗ്രാം ലോജിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഫങ്ഷൻ നല്ലതാണ്. എ ഫങ്ഷൻ പ്രൊവൈഡ്സ് മോഡുലാരിറ്റി ടു ദ പ്രോഗ്രാം. മോഡുലാർ പ്രോഗ്രാമിങ്ങിന് ഫങ്ഷൻ സഹായിക്കുന്നു. ഇൻ കേസ് ഓഫ് ലാർജ് പ്രോഗ്രാംസ് എറർ കറക്ഷൻ ബിക്കംസ് ഈസിയർ. ഇൻ C program there are two types of functions. First one is built-in functions or library functions. ഇത് നമ്മൾ ഫങ്ഷൻ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ലൈബ്രറി ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ സ്കാൻഎഫ്, പ്രിൻ്റ്എഫ്, CLR, SCR. ഇതെല്ലാം ലൈബ്രറി ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓർ ലൈബ്രറി ഫങ്ഷൻസ്. സം ഫങ്ഷൻസ് ആർ പ്രൊവൈഡഡ് ബൈ C itself. They are called built-in functions or library functions. C പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ലൈബ്രറി ഫങ്ഷൻസ്. ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. They're included in the library files in C. You just needed to include header files to use these functions. They are predefined functions. Each library function performs specific operation. For example, scanf, printf. പ്രോഗ്രാമിൽ ആദ്യം തന്നെ #include stdio.h ആണ് യൂസ് ചെയ്യുന്നത്. ഹെഡർ ഫയൽ stdio.h ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്താൽ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ് സ്കാൻഎഫ്, പ്രിൻ്റ്എഫ് നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. Some common header files and library functions. First one, stdio.h. This is standard input-output header file in which input-output functions are declared. Standard input-output functions യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. stdio.h എന്ന ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ്. Scanf function reads the input from the standard input. Printf writes output to the standard output. Getchar function reads a single character. Putchar function display single character. Next header file string.h. String functions യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ string.h എന്ന ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. All string related functions are defined in this header file. strcat ഫങ്ഷൻ കോൺകാറ്റിനേറ്റ് ടു സ്ട്രിങ്സ്. രണ്ട് സ്ട്രിങ്സിനെ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് strcat ഫങ്ഷൻ. strcmp ഫങ്ഷൻ കമ്പയർസ് ടു സ്ട്രിങ്സ്. രണ്ട് സ്ട്രിങ്സ് കമ്പയർ ചെയ്തിട്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് strcmp ഫങ്ഷനാണ്. strcpy ഫങ്ഷൻ കോപ്പീസ് വൺ സ്ട്രിങ് ടു അനദർ. strlen ഫങ്ഷൻ ഫൈൻഡ്സ് എ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് strlen. ഈ ഫങ്ഷൻസ് എല്ലാം
ഡിഫൈൻ ചെയ്തിരിക്കുന്നത് string.h എന്ന ഹെഡർ ഫയലിലാണ്. നെക്സ്റ്റ് ഹെഡർ ഫയൽ math.h. മാത്തമാറ്റിക്സ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലാണ് math.h. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ SQRT, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഫോർ റിട്ടേൺ ചെയ്യും. അതിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്യും. SQRT റിട്ടേൺ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. അതുപോലെയുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് സൈൻ. സൈൻ റിട്ടേൺ സൈൻ ഓഫ് ആർഗ്യുമെൻറ്റ്, കോസ്, ടാൻ, എ സൈൻ ആൻഡ് എ കോസ്. നെക്സ്റ്റ് ctype.h. All character handling functions are defined in this header file. isDigit ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വാല്യൂ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് isDigit ഫംഗ്ഷൻ. It returns non-zero value if the argument is digit. isAlpha, ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് isAlpha. Returns a non-zero value if the argument is alphabet. isLower, ലോവർ കേസ് ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് isLower ഫംഗ്ഷൻ. isLower returns non-zero if argument is lower case letter. അതുപോലെ തന്നെ isUpper returns non-zero value if the argument is upper case letter. And the header file is time.h. This header file contains time related functions. Time function returns current calendar time of the system. Current time return ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈം ഫംഗ്ഷൻ. diff time എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് ടൈമിൻ്റെ ഡിഫറൻസ് റിട്ടേൺ ചെയ്യും. diff time returns a difference in seconds between two times. stdlib.h. malloc ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലാണ്. പോയിൻറ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലാണ് malloc ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. rand ഫംഗ്ഷൻ റിട്ടേൺസ് റാൻഡം പോസിറ്റീവ് ഇൻറ്റിജർ. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ റാൻഡമിൽ റിട്ടേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റാൻഡ് ഫംഗ്ഷൻ. ഇപ്പോൾ പറഞ്ഞതെല്ലാം ലൈബ്രറി ഫങ്ഷൻസ് ആണ്. അത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. നമ്മൾ പ്രോഗ്രാമിൽ അത് യൂസ് ചെയ്യാം. അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡർ ഫയൽ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസർ തന്നെ എഴുതുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ യൂസർ ഫോർ ദ പ്രോഗ്രാം. സി അലോസ് പ്രോഗ്രാമർ ടു ഡിഫൈൻ ദെയർ ഓൺ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെൻറ്റ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എഴുതാവുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ് യൂസിങ് ഫംഗ്ഷൻ. രണ്ട് നമ്പേഴ്സിന് സം കാണാനായിട്ട് ഫംഗ്ഷൻ എഴുതാം. ഹാഷിൻകൂടെ stdio.h void main ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഈ ഫംഗ്ഷൻ മെയിൻ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യണം. അതിനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിന് ഇൻറ്റ് ആഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഇതിൽ ഇൻറ്റ് റിട്ടേൺ ടൈപ്പാണ്. ആഡ് എന്നാണ് ഫംഗ്ഷൻ നെയിം. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ടൈപ്പ് അതാണ് ഇൻറ്റ്. ഈ ഫംഗ്ഷനിലേക്ക് രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. അതിന് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എ, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ്. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ബി, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എൻഡ് ചെയ്യുന്ന ഇൻറ്റ് num1, num2, sum. printf enter two numbers. scanf %d, and num1, and num2. രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്ത് num1ലേക്കും num2ലേക്കും സ്റ്റോർ ചെയ്യുന്നു. സം ഈസ് ഈക്വൽ ടു ആഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് num1, num2 ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ആഡ് ഫംഗ്ഷൻ ഇവിടെയാണ് കോൾ ചെയ്യുന്നത്. ആഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം അതിലേക്ക് num1ഉം num2ഉം ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യും.
ഫംഗ്ഷനിലാണ് സം കണ്ടുപിടിക്കുന്നത്. ഫംഗ്ഷൻ സം കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യും. അതിനെയാണ് ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് സം ഡിസ്പ്ലേ ചെയ്യും. പ്രിൻ്റ് ഓഫ് സം ഈസ് ഈക്വൽ %d, സം ഗെറ്റ് CH ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇനി ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതണം. ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് അത് എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിനാവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻറ്റ് ആഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻറ്റ് എ ഇൻറ്റ് ബി ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഈ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് റിസൾട്ട് ഈക്വൽ ടു a+b. എയും ബിയും ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത വാല്യൂസാണ്. അത് യൂസ് ചെയ്ത് സം കണ്ടുപിടിക്കും. എന്നിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് റിസൾട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ റിസൾട്ട്. So every user-defined function has three parts: function, prototype or declaration, function call and definition. Prototype or declaration. Function should be declared before they are used. Function use ചെയ്യുന്നതിന് മുമ്പ് അത് മെയിൻ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യണം. This type of declaration are also called function prototype. ടൈപ്പ്. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടെന്നും അതിന് ഉള്ള കുറച്ച് ഫംഗ്ഷൻ നെയിമും അതിന് റിട്ടേൺ ടൈപ്പ്, അതിൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ആർഗ്യുമെൻ്റ് ടൈപ്പ്, ഇത്രയും കമ്പൈലറിനെ ഇൻഫോം ചെയ്യുന്നതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഗിവ്സ് ഇൻഫോർമേഷൻ ടു ദ കമ്പൈലർ ദാറ്റ് ദ ഫംഗ്ഷൻ മേ ബി ലേറ്റർ യൂസ് ഇൻ ദ പ്രോഗ്രാം. ഇങ്ങനൊരു ഫംഗ്ഷൻ ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കമ്പൈലറിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നതും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്: റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ് 1, ടൈപ്പ് 2 ആർഗ്യുമെൻറ്റ് 2, എക്സെട്ര, ക്ലോസിംഗ് ബ്രാക്കറ്റ്, സെമിക്കോളൻ. നമ്മുടെ എക്സാമ്പിളിൽ മെയിൻ ഫംഗ്ഷനുള്ളിൽ ആദ്യം എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് ആഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻറ്റ് എ ഇൻറ്റ് ബി. ഇതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇതിൽ എൻ്റെ ഫംഗ്ഷൻ നെയിം ആഡ് എന്നാണ്. അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതുകൊണ്ട് ടൈപ്പ് ഇൻറ്റ് ആഡ് എന്ന് എഴുതുന്നത് അതുകൊണ്ടാണ്. അതിന് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതാണ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. അതും ഇൻറ്റിജേഴ്സ് തന്നെയാണ്. ഇൻറ്റ് എ ഇൻറ്റ് ബി. The function prototype is not needed if the user-defined function is defined before the main function. മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ടാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു ഡിക്ലറേഷൻ വേണമെന്ന് നിർബന്ധമില്ല. സാധാരണ നമ്മൾ മെയിൻ പ്രോഗ്രാമാണ് ആദ്യം എഴുതുന്നത്, എന്നിട്ടാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്നത്. കാരണം പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാമിൽ നിന്നാണ്, മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ഫംഗ്ഷനിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതുന്നു. ഫംഗ്ഷൻ കോൾ. ആർഗ്യുമെൻറ്റ് 2, എക്സെട്ര, ക്ലോസിംഗ് ബ്രാക്കറ്റ്, സെമിക്കോളൻ. ഇനി ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കൺട്രോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിലെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാം ഈസ് ട്രാൻസ്ഫർഡ് ടു ദ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ബൈ കോളിംഗ് ഇറ്റ്. എക്സാമ്പിൾ ആഡ് num1, num2 ഇൻ ദ മെയിൻ പ്രോഗ്രാം. മെയിൻ പ്രോഗ്രാമിൽ സം ഈസ് ഈക്വൽ ആഡ് num1, num2 എന്ന് എഴുതിയിരിക്കുന്നതാണ് ഫംഗ്ഷൻ കോള്. ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. num1, num2 അവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. ദിസ് മേക്സ് ദ കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാം ജംപ് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് എക്സിക്യൂട്ട്സ് ദ കോഡ്സ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ്: റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ് 1, ടൈപ്പ് 2 ആർഗ്യുമെൻറ്റ് 2, എക്സെട്ര, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ബോഡി ഓഫ് ദ ഫംഗ്ഷൻ, ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് ആ ഫംഗ്ഷന് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ കണ്ടെയ്ൻസ് പ്രോഗ്രാമിംഗ് കോഡ്സ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. Function definition has two major components: function declarator.
ഫംഗ്ഷൻ ഡെഫിനേഷനിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് ഫംഗ്ഷൻ ഡിക്ലറേറ്റർ. Function declarator is the first line of the function definition. When a function is called, control of the program is transferred to the function definition declarator. Function call ചെയ്യുമ്പോൾ കൺട്രോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ജമ്പ് ചെയ്യും. type 2 argument 2, etc. ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇല്ല. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് പോലെ തന്നെയാണ് ഫംഗ്ഷൻ ഡിക്ലറേറ്ററും എഴുതുന്നത്. ഇതിൻ്റെ എൻഡിൽ സെമിക്കോളൻ ഇല്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. സിൻടാക്സ് ഓഫ് ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ ഡിക്ലറേറ്റർ ആർ ഓൾമോസ്റ്റ് ദ സെയിം എക്സെപ്റ്റ് there is no semicolon at the end of the declarator. Function declarator is followed by function body. Example, int add opening bracket int a comma int b. Function body. Function declarator is followed by body of the function. In programming, argument or parameter refers to data that is passed to the function while calling function. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം അതിൻ്റെ ആർഗ്യുമെൻ്റ് അതിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആഡ് num1, num2 എന്നാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത് ഇൻ്റെ ആഡ് int a, int b എന്നാണ്. num1ൻ്റെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യും, num2ൻ്റെ വാല്യൂ ബിയിലേക്കും അസൈൻ ചെയ്യും. num1 and num2 are passed to the function during function call. These arguments are accepted by the arguments a and b in function definition. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വേണം. അത് മെയിൻ പ്രോഗ്രാമിൽ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനാണ്. Arguments that are passed in function call and arguments that are accepted in function definition should have same data type. ഫംഗ്ഷൻ കോളിനും ഫംഗ്ഷൻ ഡെഫിനിഷനിലും കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അത് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് സെയിം ടൈപ്പ് ആയിരിക്കണം, സെക്കൻഡ് ആർഗ്യുമെൻറ്റ്സും സെയിം ടൈപ്പ്. ഫസ്റ്റ് ഫംഗ്ഷൻ കോളിൽ ഇൻറ്റ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിലും ഇൻറ്റ് തന്നെയായിരിക്കണം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനിൽ നിന്നൊരു വാല്യൂ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. സിൻടാക്സ് റിട്ടേൺ ഇതിൻ ദ ബ്രാക്കറ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ഫോർ റിട്ടേണിങ് എ വാല്യൂ ഫ്രം ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ടു കോളിംഗ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ റിട്ടേൺ റിസൾട്ടിൻ്റെ വാല്യൂ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യും, അതിനെയാണ് സമ്മിലേക്ക് അസൈൻ ചെയ്യുന്നത്.